സംസ്ഥാന കമ്മിറ്റി 2 പാർട്ടി കോൺഗ്രസിന് മുമ്പാണ് ഓരോ ലോക്കലും ചുരുങ്ങിയതൊരു വീടെങ്കിലും നിർദ്ധരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ജനസഹായത്തോടുകൂടി വെച്ച് നൽകണം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഇതിനകം തന്നെ ആയിരക്കണക്കിന് വീടുകൾ കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും മിക്കവാറും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നു മാത്രമല്ല, 14 വീട് വരെ നൽകിയ ലോക്കൽ കമ്മിറ്റികൾ. നിങ്ങൾ ഒരു വീടിനെ പറ്റിയല്ലേ പറയുന്നത്? 14 വീട് നൽകിയ 14ാമത്തെ വീട് ഞാനാണ് നൽകിയത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഒരു ലോക്കലിൽ 14 വീട് കൊടുക്കുക? സത്യം പറഞ്ഞാൽ ഒരു ജനകീയ ഉത്സവം പോലെയാണ് അവിടെ. വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയം ഓരോ പാർട്ടി മെമ്പറും അവരുടെ ഫലപ്രദമായ അധ്വാനം വിനിയോഗിച്ചു ആ ചുറ്റുവട്ടമുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്ത സാധനങ്ങൾ ശേഖരിച്ച് വീട് നൽകുകയാണ്. 14ാമത്തെ വീട് അവർ നിർമ്മിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. ഞാൻ പോയപ്പോൾ അവരോട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒരു നയാ പൈസ ഈ വീടിന് വേണ്ടി ചിലവാക്കിയിട്ടില്ല, പൈസ തിരിച്ച് ചിലവാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് അത്? ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഏറ്റവും കൂടുതലുള്ളൊരു കേന്ദ്രം നിർമ്മാണ തൊഴിലാളികൾ, അവരെല്ലാം നല്ല ജോലി ചെയ്യുന്നവരുമാണ്, ചെറുപ്പക്കാരും. ഒരു ടീമുണ്ട് അവിടെ. അവർ രാത്രി ലൈറ്റൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി പൂർത്തിയാക്കേണ്ട ഓരോ ഘട്ടത്തിലുള്ള പണി അങ്ങോട്ട് പൂർത്തിയാക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ സാധനങ്ങൾ സിമെൻറ്റ് വേണം, കല്ല് വേണം, ഇരുമ്പ് വേണം, അതൊക്കെ വേണ്ടത്. അതൊക്കെ ഓരോരുത്തരെയും സ്പോൺസർ ചെയ്യും. ഒരു നയാ പൈസ ചെലവ് ഫണ്ട് പിടിച്ച് നടപ്പിലാക്കില്ല. എല്ലാം ജനങ്ങളുടെ ചെലവ്. അവർ തന്നെ കൃത്യമായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ വീട് നിർമ്മിച്ചു കൊടുത്തത് ഉൾപ്പെടെയുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും ഇവിടെ വളരെ നല്ല ഒരു വീടാണ് സത്യം പറഞ്ഞാൽ നിർമ്മിച്ചിട്ടുണ്ട്. നല്ല സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു വീട് നിങ്ങൾ നിർമ്മിച്ച് കൊടുത്തിരിക്കുക. പാവപ്പെട്ട ഒരു കുടുംബം, അച്ഛനും അമ്മയും 2 പെൺമക്കളുമുള്ള ഒരു ചെറിയ കുടുംബം തന്നെയാണ്. പെൺമക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ദേവൻ, സുശീല, ഈ 2 കുടുംബാംഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീടിൻ്റെ ഉടമകളായിട്ട് മാറി. തീർച്ചയായും ഒരു വലിയ മാനസികമായ പ്രയാസം, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ കുടുംബങ്ങൾക്കുണ്ടാകുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ അത് പരിഗണിക്കാനും അവർക്കിങ്ങനെ ഒരു വീട് നിർമ്മിച്ച്, സാധാരണ നമ്മൾ കുടുംബത്തെ പറ്റി പറയുമ്പോഴും വീടിനെ പറ്റി പറയുമ്പോഴും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകുന്ന 4 ലക്ഷം രൂപ ചെലവാക്കുന്ന വീടിനെ പറ്റിയാണ്. പക്ഷെ 4 ലക്ഷം ഒന്നുമല്ല, അതിനൊപ്പം കൂടി ചേർത്തിട്ടൊക്കെയാണ് വീട് തയ്യാറാക്കുന്നത്. ഇവിടെ ഏതാണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 10 ലക്ഷം രൂപ മൂല്യമുള്ള ഒരു വീടാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിനുവേണ്ടി പ്രവർത്തിച്ച ഈ ലോക്കൽ കമ്മിറ്റിയെയും അതിനാവശ്യമായ സഹായങ്ങൾ നൽകിയ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും, പാർട്ടി പ്രവർത്തകരെയും, സഖാക്കളെയും എല്ലാം, അനുഭാവികളെയും എല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ പാർട്ടിക്ക് വേണ്ടി, പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുക. നല്ല കഠിനാധ്വാനം ചെയ്താണ് ഈ വീട് മനോഹരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. സാർവത്രികമായി മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകണം എന്ന് നിർബന്ധം പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയി കഞ്ഞി കൊടുത്ത കാലമാണ്. ആർക്കറിയാം?
അത് പറഞ്ഞാലേ അപ്പുറം പ്രസംഗിക്കൂ. ഒന്നും കൂടി ഞാൻ ചോദിക്കാം. കേരളത്തിൽ എല്ലാ കുടുംബങ്ങളിൽ നിന്നും അന്നത്തെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും സ്കൂൾ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കാനും തീരുമാനിച്ച കാലം ഏതാണ്? ഗവൺമെന്റ് ഏതാണ്? പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു. 1900 കറക്റ്റാണ്. 1957 സഖാവ് EMSന്റെ ഗവൺമെന്റാണ് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി. അത് വെറുതെ പഠിച്ചോ എന്ന് പറയുകയല്ല ചെയ്തത്, പഠിക്കാനുള്ള പശ്ചാത്തലം പോകണം. പട്ടിണി കിടന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിലേ പട്ടിണി. അതിനെയാണ് ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അതല്ല അപ്പല്ല ഇപ്പൊ ഉച്ചഭക്ഷണം. അന്ന് കഞ്ഞിയാ. അന്ന് കഞ്ഞിന് കിട്ടാനില്ല, വീട്ടിൽ കഞ്ഞിയില്ല. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കഞ്ഞി കിട്ടുന്ന പറഞ്ഞാൽ സ്കൂൾ പോകാനുള്ള നല്ല ത്വര. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിങ്ങനെയാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിത്തം നിർത്തുന്ന ആളുകളുണ്ടോ? ഉണ്ടോ? എവിടെയാണ് പഠിക്കുന്നത്? ഈ സ്കൂൾ, അത് കഴിഞ്ഞാൽ കോളേജ്, അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകൾ, അങ്ങനെ നിരവധി കോഴ്സുകളിലാണ്. എന്ന് പറഞ്ഞാൽ 57 കഴിഞ്ഞ് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വർത്തമാന കാലത്ത് കാണുമ്പോൾ ഒരു 3 തലമുറ കഴിഞ്ഞില്ലേ? 3 തലമുറ. അന്ന് പഠിച്ചവർ, ആ പഠിച്ചവരുടെ മക്കൾ, അവരുടെ മക്കൾ. ഇപ്പോൾ പഠിക്കുന്നവരെല്ലാം പഴയ കാലത്ത് കണക്കെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിരക്ഷരരാണോ? വിദ്യാഭ്യാസം നിരക്ഷരതയാണ്. ഇപ്പൊ ഏതെങ്കിലും വീട്ടിൽ പഠിക്കാത്ത, ഗ്രാജുവേഷൻ ഇല്ലാത്ത, പോസ്റ്റ് ഗ്രാജുവേഷൻ നടാത്ത ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ ആ പ്രായത്തിലുള്ളവരുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും വീട്ടിൽ? ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താ? 57 കഴിഞ്ഞൊരു 3ാം തലമുറ എത്തുമ്പോഴേക്ക് പഴയകാല ചിത്രത്തിൽ നിന്ന് മാറി എല്ലാവർക്കും വന്നിട്ട് എഴുത്തു വായനയല്ല, എല്ലാവരും പുതിയ തലമുറ മുഴുവൻ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളായിട്ട് മാറി. അങ്ങനെയുള്ള ഒരു നാട് ഇന്ത്യയിൽ കേരളമല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. കേരളത്തിന് പുറത്തേക്ക് കടന്നാൽ നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ആരാരെല്ലാം ആ വിദ്യാഭ്യാസമുള്ളവരൊക്കെ അവിടെ പ്രമാണിമാരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാര്, ജമിമാര്, അവരൊക്കെയാണ്. നമ്മളെ പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, ചെത്തുതൊഴിലാളി, നെയ്ത്ത് തൊഴിലാളി, മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെല്ലാം ഞാൻ ഈ പറഞ്ഞ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു കാര്യം ചോദിക്കാൻ പോകും. നിങ്ങൾ അങ്ങോട്ട് ഒരാൾ പറഞ്ഞില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുള്ള നാട് ഏത്? ലോകത്താട്ടോ, അവിടെ ഇന്ത്യയല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുള്ള നാടേതാണ്? ഉത്തരം പറ. ഇന്ത്യ. ഇന്ത്യയിലെ പോക്കാണ്. പറഞ്ഞോ. അത് ബീജിംഗുമല്ല, കാലിഫോർണിയയുമല്ല, അത് കേരളം. ഇത് ഈ കേരളത്തിന്റെ പ്രത്യേകതയാണ്. കാരണം ഞാൻ പറഞ്ഞതാണ്, വലിയ പ്രമാണിമാരുടെ മക്കളെല്ലാം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പഠിക്കുന്നു. എന്നാൽ അതൊന്നുമല്ലാതെ പാവപ്പെട്ട മനുഷ്യന്റെ കുടുംബങ്ങളിലെ സ്ത്രീകൾ ഇതുപോലെ വിദ്യാഭ്യാസം നേടുന്ന ലോകത്തൊരു നാട് കേരളത്തെ പോലെയും നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ചിലരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അയ്യോ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ അല്ലേ, ലജ്ജിച്ച് തല താഴ്ത്തണം. ലജ്ജിച്ച് തലയും താഴ്ത്തണ്ട. കേരളത്തിലെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്ക്
ലോക കമ്പോളത്തിൽ നല്ലതുപോലെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴും ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്നത് വലിയ അപകടമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് തുടങ്ങിയത്. പണ്ട് സിംഗപ്പൂരാണ് പോയ മലയിൽ പറയുന്നത്. ഇപ്പോഴെവിടെയാ പോകുന്നത്? ഇപ്പോഴും പണ്ട് ദുബായിലാണ് പോവുക. ഇപ്പോഴും കാനഡ, അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, പിന്നെ ആസ്ട്രേലിയ, ഇവിടെയൊക്കെയാവും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്തായിട്ടാണ് പോകുന്നത്? പെട്ടെന്ന് ഇതിലെ മനസ്സിൽ വേണം. പെൺകുട്ടികൾ എന്തായിട്ടാണ് പോകുന്നത്? പ്രധാനമായിട്ട് നേഴ്സ്. ഞാൻ ഇതിനിടെ UK പോയി, ഇംഗ്ലണ്ടിൽ. അവിടെ പോയി നോക്കിയപ്പോൾ ഓരോ പട്ടണത്തിലും പുതിയ ആളുകൾ ഇങ്ങനെ വന്ന് താമസിച്ച് കോളനിയായിരിക്കാണ് മലയാളികളുടെ. അതുപോലുള്ള കോളനി വേറെ ഒരു സംസ്ഥാനത്തൊന്നുമില്ല, ഒരു രാജ്യത്തൊന്നുമില്ല. നമ്മുടെ ചെറുപ്പക്കാരികളായിട്ട് മുഴുവൻ ആളുകളും നേഴ്സുമാരാണ്. നേഴ്സുമാർ പോയാൽ പിന്നെ ആരും ഭാര്യ പോയി, നേഴ്സാണ്. പിന്നെ ആരും ഭർത്താവ് പോയി. ഭാര്യയും ഭർത്താവും പോയാൽ പിന്നെ ആരും കുട്ടികൾ, ഒപ്പം തന്നെ കുട്ടികൾ. ഇവർക്ക് രണ്ടാക്കും അവിടെ ജോലിയായി. ഞാൻ നോക്കുമ്പോൾ ഒരു 5-10 ലക്ഷം റുപ്യ ഉണ്ടാക്കാനുള്ള ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരു 5 ലക്ഷം റുപ്യ, ഒരു 10 ലക്ഷം റുപ്യ ഭാര്യയും ഭർത്താവും നേഴ്സായി ജോലി ചെയ്ത് വേറെ എന്തെങ്കിലും ജോലി ഭർത്താവിനും കിട്ടും. ഒന്നും വേണ്ട, പാർസൽ കെട്ടി കൊടുത്താൽ മതി. എന്നാൽ തന്നെ 5 ലക്ഷം റുപ്യ. ഓവർ ടൈം കൂടി പണിയെടുത്താൽ നേഴ്സിൽ 5-6 ലക്ഷം റുപ്യ കേട്ടോ. നിങ്ങൾക്ക് എന്നെ ഇപ്പം നേഴ്സാവാൻ തോന്നില്ലേ? ഒരു 5-6 ലക്ഷം രൂപ ഔദ്യോഗികമായിട്ട് 3 ദിവസമേ കൊണ്ട് പണി, ബാക്കി 4 ദിവസം അവർക്ക് ഓവർ ടൈമായിട്ട് പോയാൽ നല്ല പൈസ. പിന്നെ ഈ രണ്ടാളും പോയി, മക്കളും പോയി. പിന്നെ ഇവർ രണ്ടാൾക്കും ജോലിക്ക് പോകണമെങ്കിൽ അന്നേരം ആര് വേണം? ഒരു നിർബന്ധമാണ് UK-യിൽ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദപ്പെട്ട ഒരാൾ വേണം. അപ്പോൾ ആദ്യം അമ്മ കുട്ടികൾ നോക്കാൻ, സ്കൂൾ കൊണ്ടാക്കാൻ, അങ്ങോട്ടൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ, അത് ഉറപ്പായിട്ട് അത് വേണം. അപ്പോൾ അച്ഛനും പോയി, ആദ്യം അമ്മ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആരും പോയി, അച്ഛനും പോയി. പിന്നെ അവരാരെങ്കിലും കൂടി ഇരുന്നില്ല. ആദ്യത്തെ കൊല്ലം തന്നെ വീട് വാങ്ങാൻ യാതൊരു പ്രയാസമില്ല. ഒരു നിശ്ചിത സംഖ്യ, ഒരു 10-15 ലക്ഷം രൂപ കൊടുത്താൽ 1 കോടി രൂപയുടെ വീട് കിട്ടും. 1 കോടി രൂപയുടെ വീട് അവിടെ മാസാമാസം ശമ്പളത്തിന് അടച്ചു കൊടുത്താൽ മതി. ബാങ്കുകാർ പിടിച്ചോളും, സ്വന്തമായി വീട് അവിടെ. അപ്പോൾ എല്ലാവരും പോയി. പിന്നെ ആരാ ഇങ്ങോട്ട്? കുടിയേറ്റം പണ്ടത്തെ പോലെയല്ല. ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നിന്നെല്ലാം തിരിച്ചു വരും. ഇപ്പോൾ ആസ്ട്രേലിയ പോകുന്നവർ, UK പോകുന്നവർ, അമേരിക്കയിൽ പോകുന്നവർ, കാനഡയിൽ പോകുന്നവർ ആരും തിരിച്ചുകൊണ്ട് വരുന്നില്ല. അവരെല്ലാം കുടുംബ സമയത്ത് അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസം ശാവല്ല. ഈ വിദ്യാഭ്യാസം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിവിധരായ യുവാക്കൾ ഇവിടെ കിട്ടും. ഇതുപോലെ ഇന്ത്യയിലെവിടെയും ഈ കൊല്ലം പൂർത്തിയാകുമ്പോഴേക്കും ഞാൻ 1000 ആക്കും. കേരളത്തിലും ലോകത്തിലും വിവിധ മേഖലയിലും. അതിലാവശ്യം, ഒന്നാമത്തെ ആവശ്യം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വേണം. അത് പഠിപ്പിക്കണം. പ്രത്യേക കോഴ്സ് വേണം. MA പോരാ, BCom പോരാ, സ്കില്ല് വേണം. തൊഴിൽ പരിശീലനം വേണം. തൊഴിൽ നൈപുണ്യം വേണം. ആ തൊഴിൽ നൈപുണ്യം കൊടുത്താൽ അവർ ലോകത്തിൽ ഏത് ഇന്റർവ്യൂവിലും പോയിട്ട് പാസ്സാവും. അങ്ങനെയാ പാസ്സായത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോബ് ഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടപെട്ടാൽ സാധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഞാൻ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എൻ്റെ തന്നെ അനുഭവമാണ്. എല്ലാവർക്കും തൊഴിലില്ലാത്തവർക്ക് മുഴുവൻ തൊഴിൽ വേണമെന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അവരെന്നെ ആഗ്രഹിക്കുന്നില്ല. രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് 15,000-ലധികം ആൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ആകെ നിരവധിയായി ഇടപെട്ടിട്ട് 12,000 ആൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ 12,000 ആളുകൾ കൃത്യമായിട്ട് നോക്കിയപ്പോൾ അതിൽ 8,000 ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ തൊഴിൽ വേണമെന്നതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കുറച്ച് കഴിയട്ടെ, തിരക്കാക്കണ്ട. അഭ്യസ്തവിദ്യരായ യുവാക്കൾ അതിൽ കാറ്റഗറി തിരിച്ചു ആവശ്യമുള്ളവരെ കണ്ടെത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ പരിശീലനം നേടുന്നതോടുകൂടി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആയിരക്കണക്കിന് ആളുകളൊന്നും പുറത്തു പോകാൻ തയ്യാറില്ല. വീട് വിട്ടു പോകാൻ തയ്യാറില്ല. കണ്ണൂർ വിടാൻ തയ്യാറില്ല. കേരളം വിടാൻ തയ്യാറുള്ളവരുണ്ട്. അതൊക്കെ ഞാൻ കണക്കുകൂടി നോക്കി ഒരു 3000 ആളുകൾ.
അപ്പൊ തൊഴിലില്ലായ്മ മൂത്ത് കിടക്കുന്ന, ഇപ്പോഴേ തൊഴിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 15,000 16,000 ആളുകൾ 3,000 അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാവും, ഇടപെടാൻ പറ്റും. കാരണം 10 ലക്ഷം ആളുകൾക്കുള്ള സൗകര്യം ഇപ്പോൾ തന്നെയുണ്ട് ഗവൺമെന്റ് കയ്യിൽ. നമുക്കിവിടെ ആകെ നോക്കിയാൽ ഒരു 10 20 ലക്ഷം മാത്രമേ ഉണ്ടാവൂ. 10 ലക്ഷം ഇപ്പോൾ തന്നെ നമ്മൾ വരും. പുതിയ പുതിയ പദ്ധതികളുമായിട്ട് ഗവൺമെന്റ് വരികയാണ്. വലിയ മൂലധന നിക്ഷേപം വരികയാണ്. നമ്മുടെ IT ഉൾപ്പെടെയുള്ള മേഖല ശക്തിപ്പെട്ട് വരികയാണ്. അവിടെയെല്ലാം ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കൊടുക്കാൻ കേരളത്തിനും സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭക നാടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് 1ാം സ്ഥാനത്ത് കേരളത്തെയാണ് പ്രഖ്യാപിച്ചത്. അവർ 4-5 ലക്ഷം ആൾക്ക് ജോലി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. 4-5 ലക്ഷം സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഭാഗമായിട്ട്. ഇനി പുതിയ പുതിയ വ്യവസായം, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം അത്ഭുതകരമായ വളർച്ചയാണ് കേരളത്തിൽ നൽകുക. അതിന്റെ ആദ്യ തുടക്കം തിരുവനന്തപുരം തന്നെയായിരിക്കും. തിരുവനന്തപുരം നഗരമായിട്ട് മാറും. വലിയൊരു നഗരം. കൊച്ചി എങ്ങനെയാണോ വളർന്നത് അതിനേക്കാൾ ശക്തിയായിട്ട് വളരും. വലിയ കമ്പനികളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് സംവിധാനവുമായിട്ട് തിരുവനന്തപുരത്ത് വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ. വലിയ സാധ്യതയാണ് കേരളത്തിൽ. അതുപോലെ നമ്മുടെ നയങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലേക്ക് പോകുന്നു. നമ്മുടെ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രായ സമ്മേളനം തുടങ്ങി. എന്താ ജാഗ്രത, മനോരമ മാതൃഭൂമിക്കും അല്ലേ വ്യവസ്ഥിക്കാൻ പ്രായ സമ്മേളനം എങ്ങനെയാണ് നടത്തേണ്ടത്? ഇന്ന് ഞാൻ മാതൃഭൂമി നോക്കുമ്പോൾ പ്രായ സമ്മേളനം നടത്തേണ്ടത് കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൊടുത്ത കുറിപ്പിന്റെ ചില ഭാഗം അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാധനം ഇന്ന് വന്നത് ചെറുവത്തൂരിന്നാണ്. ഞാൻ ഇന്ന് കണ്ടത് അത് ചെറുവത്തൂരിന്നായില്ല, വേറെ എവിടുന്നോ കൊടുത്തേക്കും. പക്ഷെ പേര് വരുന്നത് ചെറുവത്തൂരിന്നാണ്. എങ്ങനെയാണ് സമ്മേളനം നടത്തേണ്ടത്, എന്തൊക്കെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്ന് വന്നത് മാതൃഭൂമിയിലും ഇന്നലെയും വന്നു. ഇതിനിടയ്ക്കെല്ലാം വരുന്നുണ്ട്. ഞാൻ പത്രസമ്മേളനം പറഞ്ഞ് വന്നോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ജനങ്ങൾ കൂടി മനസ്സിലായിക്കോട്ടെ. പാർട്ടി എങ്ങനെയായിരിക്കും ഈ സമ്മേളനം നടത്തുക എന്നുള്ളത്. സമ്മേളനത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശയതലത്തിൽ. അതിനെല്ലാം അതിജീവിച്ച് 38,000-ലധികം സമ്മേളനം നടക്കണം. 1, 2, 10 അല്ല, 1000 അല്ല, 38,000 സമ്മേളനം കേരളത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടക്കണം. ഇപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു ഉത്സവം പോലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പങ്കെടുക്കേണ്ട നിരവധി സഖാക്കൾ ഇന്ന് ബ്രാഞ്ച് സമ്മേളനം ആയതുകൊണ്ട് പങ്കെടുത്തിട്ടില്ല. ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ തന്നെ പഞ്ചായത്ത് അവിടെ നടക്കേണ്ടുന്ന ബ്രാഞ്ച് സമ്മേളനം നിർത്തിവെച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത ദിവസം നടത്താം. അപ്പൊ നാളെ പത്രത്തിൽ വരും ആ സമ്മേളനം നിർത്തിവെച്ചു. അയ്യോ, എന്തൊരു കഷ്ടമായിട്ട് ആരും പങ്കെടുക്കാൻ തീരുമാനിച്ച ചെയർമാൻ പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ പറഞ്ഞ വാർത്ത ഉണ്ടാക്കാം. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയെല്ലാം വേറെ രീതിയിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞ 100% അറ്റൻഡൻസ് ആണ് പാർട്ടി സമ്മേളനത്തിൽ. 100%. അത്യാവശ്യം മരണപരമായ കാര്യമോ അസുഖമോ അങ്ങനെയുള്ളവരല്ലാണ്ട് ബാക്കി ആരും വരാതിരിക്കുന്നില്ല. എല്ലാ സമ്മേളനത്തിൽ വരുന്നുണ്ട്. പിന്നെ അവിടെ ചർച്ച നടക്കുന്നു. ചർച്ച നടത്താനാ സമ്മേളനം. വേറെന്തോ വിചാരിച്ചിട്ടാണ് സമ്മേളനം എന്ന് പറഞ്ഞാൽ വേറെന്തോ ആണെന്നാണ്. സമ്മേളനം എന്ന് പറഞ്ഞാൽ ചർച്ചയാണ്. വിമർശനം, സ്വയം വിമർശനം. അത് കുറച്ച് കുറവ് സ്വയം വിമർശനത്തിലുണ്ട്. എന്നാൽ വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്. രണ്ടും വേണം. അത് വേണമെന്ന് പറയുന്നതാണ് സമ്മേളനം നടത്തം. അതുകൊണ്ട് ഇവന്റെ വാരോള വായിച്ചുകൊണ്ട് അയ്യോ അത് ചർച്ച വന്നുപോയി അല്ലെങ്കിൽ വിമർശനം വന്നുപോയി എന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസമുള്ളവരല്ല ഞങ്ങൾ. വിമർശനം വേണം. ഞങ്ങൾക്ക് വിമർശനമുണ്ട്. നല്ല പോലെ വിമർശനം നടത്തും. ആരെ പറ്റി വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയാണ് ഈ പാർട്ടി കരക്കിയത് മുന്നോട്ടേക്ക് പോകുന്നത്. തെറ്റായ ഒരു നിലപാടിനെയും ഈ പാർട്ടിയും പ്രസ്ഥാനവും അനുവദിക്കുന്ന കാര്യമില്ല. ഒന്നിനെയും അനുവദിക്കില്ല. ആരായാലും തെറ്റ് ചെയ്ത ഒരാളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ പാർട്ടിക്കില്ല. ഒരുപാട് പ്രവണതകളുണ്ട്, തെറ്റായ പ്രവണതകളുണ്ട്. ആ പ്രവണതകളെല്ലാം തിരുത്തിക്കൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് കൃത്യമായിട്ട് പാർട്ടി കൈകാര്യം ചെയ്യും. എന്നാൽ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് പാർട്ടി സമ്മേളനത്തെ ആക്രമിക്കാനുള്ള നിലപാടിനെ പ്രതിരോധിക്കുകയുമാണ്. ഇപ്പൊ ഓരോ ദിവസം കഴിയുന്നവർ ഓരോരോ പ്രശ്നമാണ്. ഇപ്പൊ കുറെ ദിവസമായിട്ട് ADGP എന്താ അവിടെ RS-കാരനെ കാണാൻ പോയി. ഇപ്പൊ ഞാനിവിടെ വന്ന് ഇറങ്ങി കാസർഗോഡ് എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോട് അവിടെ പോയതിനെ എന്താണ് ഞാൻ ആള് കാണാൻ പോകുകയോ വരാതിരിക്കുന്നതും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ADGP മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS-മായി CPM ഡീലുണ്ടാക്കി എന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറയാം. RS-കാരനെ BJP-കാരനെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്.
കോൺഗ്രസിന്റെ 86,000 വോട്ടാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അവർക്ക് നഷ്ടപ്പെട്ടത്. 86,000. ഞാൻ കണക്ക് പറഞ്ഞോളൂ. എത്രയായിരം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്? എത്രയാ? വേറെ എന്നെ തന്നെ നോക്കുന്നുണ്ട്, പക്ഷെ വേറെന്തോ ആലോചിക്കുകയാണ്. അയ്യോ, ഉച്ചയാകാനായ ഭക്ഷണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതൊക്കെ ആലോചിക്കുകയാണ്. ഞാൻ ഒന്നും കൂടി പറയാം. എത്രയായിരം വോട്ടാ? 86,000 വോട്ട്. കഴിഞ്ഞ 2019 കിട്ടിയ വോട്ട് കോൺഗ്രസിന് ഇപ്രാവശ്യം കിട്ടിയില്ല. ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ ഓരോ മണ്ഡലത്തിലെയും കൃത്യമായ കണക്ക് ഞാൻ അസംബ്ലി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം കൂട്ടി നോക്കിയപ്പോൾ 86,000 നമുക്കാണെങ്കിൽ 16,228 വോട്ട് കൂടുതലാണ്. കോൺഗ്രസിന് കുറഞ്ഞ ഈ 86,000 വോട്ടിന്റെ നല്ല ഒരു പങ്ക് ആർക്ക് കിട്ടി? BJP കിട്ടി. എന്നിട്ട് BJP എത്ര വോട്ട് ജയിച്ചു? അതിനെ ഞാൻ പറഞ്ഞു. 10,000 വോട്ട് ജയിച്ചു. കോൺഗ്രസിന്റെ 86,000 വോട്ട് ചോർന്നു. എന്നിട്ട് 74,000 വോട്ടിന് ആര് ജയിച്ചു? സുരേഷ് ഗോപി ജയിച്ചു. ആരാ ജയിപ്പിച്ച്? RS-കാരനുമായിട്ട് ചർച്ച നടത്തി CPM-ന്റെ ഭാഗമായിട്ടാണോ? അത് തകർന്ന് തരിപ്പണമായി 3ാം സ്ഥാനത്ത് എത്തിയപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചു, ഒരു അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചു. അന്വേഷണ കമ്മീഷൻ ഇതേവരെ മുണ്ടുന്നില്ല. മുണ്ടിയാൽ ഇവര് ഞാൻ കുറച്ചും കൂടി കടന്നു പറഞ്ഞ മോശമല്ലേ. കാരണം ഞാൻ ഇടിയാ പ്രസംഗിക്കുന്നതിന് ലോകം മുഴുവനായി കേൾക്കുക. പണ്ടത്തെ പോലെ പ്രസംഗിക്കാൻ പറ്റില്ല. അതൊക്കെ ചെയ്യുന്നത് ഒരുത്തനാളിക്കുന്നത് ഇതെല്ലാം മുഴുവൻ ലോകം മുഴുവൻ. അപ്പൊ ഇപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരാള് അല്പം ചെറിയ ആളുകളോടാണ് സംസാരിക്കുന്നതെങ്കിലും ആ സംസാരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരോടാണ് എന്ന ധാരണയോടെ പ്രസംഗിക്കണം. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരോടാണ് സംസാരിക്കുന്നത് എന്ന ബോധത്തോടെ പ്രസംഗിക്കണം. അതുകൊണ്ട് ഞാൻ തെറ്റായ പദം ഉപയോഗിച്ചാൽ അതായിരിക്കും നാളത്തെ ഏറ്റവും വലിയ വാർത്ത. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഏതായാലും മുണ്ട് തലയിലിട്ട് മാത്രമേ VD സതീശനും സുധാകരനും നടക്കാൻ സാധിക്കുള്ളൂ. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ ധൈര്യമില്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടും. കോൺഗ്രസിന്റെ തോൽപ്പിച്ചതാരാണെന്ന് അത് വ്യക്തമാവുമല്ലോ. എന്തുകൊണ്ട് തോറ്റു എന്ന് അവർ പറയല്ലോ. 3ാം സ്ഥാനത്തേക്ക് എങ്ങനെ പോയി? 86,000 വോട്ട് ഇവിടെ. എന്നിട്ട് BJP എങ്ങനെ ജയിച്ചു? അത് പറയാൻ പഠിച്ചിട്ട് ഞങ്ങളുടെ മേലെ കുറ്റം ചുമത്താനുള്ള ബോധപൂർവമായ പണിയാണ് VD സതീശനും സുധാകരനും നടത്തിക്കൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കണം. മറ്റു വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ലോക്കൽ സമ്മേളനം കഴിഞ്ഞാൽ ഏരിയ സമ്മേളനമുണ്ട്. ഏരിയ സമ്മേളനം കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനമുണ്ട്. ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ്. അഖിലേന്ത്യാ സമ്മേളനം ചെന്നൈയിൽ എന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിൽ മധുരയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. വരുന്ന ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ. സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 25, 26, 27, 28 അത് കൊല്ലത്താണ്. എല്ലാ സമ്മേളനങ്ങളും ഒന്നിച്ച് വിജയമാക്കുന്നതിന് വേണ്ടി ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും സജീവമായിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സ്നേഹ വീട് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ദേവൻ സുശീല കുടുംബത്തിന് നിങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണയോടെ, നിങ്ങളുടെ എല്ലാ പങ്കാളിത്തത്തോടെ ഞാൻ ആ താക്കോൽ ഗാനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ